ൻ്റെ പുതിയ മിസൈല് ഇസ്രായേലിനെ ഭയപ്പെടുത്തുകയാണ്. ഒഴുകി നടക്കുന്ന മിസൈലുകൾ എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഈ ഇറാൻ്റെ സൈന്യം ഇസ്രായേലിനെ ഭയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പുതിയ ഒരു മിസൈൽ സംവിധാനം കൊണ്ടുവന്നിരിക്കുന്നത്. ഈ മിസൈൽ സംവിധാനത്താൽ ഒരുപക്ഷെ ചെങ്കടലിൽ വ്യാപകമായ ആക്രമണം ഇസ്രായേലിനും അമേരിക്കയ്ക്കും എതിരെ നടത്താൻ ഇറാന് സാധിക്കും എന്നുള്ള രീതിയിലാണ് പോകുന്നത്. ഇറാൻ്റെ സൈനിക മേധാവി മുഹമ്മദ് അലി ഇത് സംബന്ധിച്ച വാർത്താ സമ്മേളനം നടത്തിയിരിക്കുന്നു. അതായത് ഇറാൻ പുതുതായിട്ട് ഇറക്കുന്ന 2 മിസൈലുകൾ വലിയ രീതിയിൽ ഇസ്രായേലിനെ ആക്രമിക്കും. ക്രൂയിസ് ബലിസ്റ്റിക് മിസൈലുകളാണ് ഇത്തരത്തിൽ ഇറാൻ പുതുതായിട്ട് പുറത്തിറക്കിയിരിക്കുന്നത്. അതായത് കരയിലും കടലിലും ഇസ്രായേലിനെ തകർക്കാൻ വേണ്ടി കരുത്തുറ്റ ബലിസ്റ്റിക് മിസൈലുകളുമായിട്ട് ഇറാൻ പുതുതായി വന്നിരിക്കുകയാണ്. ഇത്തരം മിസൈൽ ആക്രമണം ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള ഒരു അപകടമായി മാറും. IDFൻ്റെ പേടി സ്വപ്നമായി ഈ മിസൈലുകൾ മാറും എന്നാണ് പറയുന്നത്. കൃത്യമായ ആക്രമണം ഇസ്രായേലിനെതിരെ ഇറാൻ നടത്താൻ തയ്യാറാകുന്നു എന്നാണ് സൈനിക ജനറൽ പറഞ്ഞിരിക്കുന്നത്. വലിയ തരത്തിലുള്ള ഏതാക്രമണത്തെ നേരിടാനും ഇറാൻ സജ്ജമാണെന്ന് അദ്ദേഹം പറയുന്നു. സയനിസ്റ്റ് ഭരണകൂടമായ ഇസ്രായേലിനെ തകർക്കും. ഇസ്രായേൽ ഇറാനെയും ഇറാൻ്റെ പരമാധികാരത്തെ എതിർക്കുന്ന രീതിയിൽ വന്നാൽ IRGCയുടെ ശക്തി ഇസ്രായേൽ അറിയും, IDF അറിയും എന്നുള്ളതാണ് പറയുന്നത്. ഏതായാലും പ്രഹരശേഷിയുള്ള 2 മിസൈലുകൾ ഇറാൻ പുറത്തിറക്കിയിരിക്കുന്നു. ഇത് ഇസ്രായേൽ തീർച്ചയായിട്ടും ഭയപ്പെടേണ്ടി വരും. കാരണം ഇറാൻ്റെ മിസൈൽ പ്രതിരോധ ശക്തി, ഇറാൻ്റെ മിസൈലിൻ്റെ കാര്യശേഷി എല്ലാം ഇസ്രായേലിന് നന്നായിട്ട് അറിയാവുന്നതാണ്. അമേരിക്കയുടെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇറാനെ ഒതുക്കുന്നതിന് പല ശ്രമങ്ങളും ഇസ്രായേൽ നടത്തിയെങ്കിലും നാളിതുവരെ ഒന്നും ഫലവത്തായിട്ടില്ല. ഏതായാലും ഇറാൻ പുതിയ നവീന പ്രഹരശേഷിയുള്ള ബലിസ്റ്റിക് മിസൈലുകളുമായി രംഗത്ത് വരുമ്പോൾ ഇസ്രായേൽ ഭയപ്പെടുകയാണ്. ഇസ്രായേലിനെ സംബന്ധിച്ച് ഭയപ്പെടാതിരിക്കാൻ കഴിയില്ല എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഇസ്രായേൽ തീർച്ചയായിട്ടും ഇറാൻ്റെ ഈ ആയുധങ്ങളെ ഭയപ്പെടുന്നുണ്ട്. മിസൈലുകളുടെ പ്രഹരശേഷിയുടെ കാര്യത്തിൽ ഒരുപക്ഷെ ഇറാനോളം ശക്തിയുള്ള രാജ്യം വേറെ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിൽ പല വിധത്തിലുള്ള മിസൈലിൻ്റെ ശക്തിയുള്ള ഇറാൻ്റെ ഭാഗത്തു നിന്ന് ശക്തമായ ആക്രമണം ഇസ്രായേൽ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല.